നമസ്കാരം, എല്ലാവർക്കും നിഷ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡൈസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്, നമ്മൾ റീസണിങ്ങിൻ്റെ ടോപ്പിക്കുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇനി ഡൈസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾ RPF-ൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതായത് ഡൈസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഡൈസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഡൈസിനെ പറ്റി പറയുകയാണെങ്കിൽ ഡൈസിൻ്റെ ഷേപ്പ് എന്താണ്? ഡൈസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ക്യൂബ് ഷേപ്പാണ്. ഓക്കെ, നമ്മൾ ഏണിയും പാമ്പൊക്കെ കളിക്കുന്ന അതേ സാധനം തന്നെയാണ്. സ്നേക്ക് ആൻഡ് ലാഡറൊക്കെ കളിക്കുന്ന 6 സൈഡുള്ള 6 ഫേസ് ഉള്ള ക്യൂബ് ഷേപ്പിലാണ് നമ്മുടെ ഡൈസ് വരുന്നത്. അപ്പോൾ ഈ ഡൈസിനകത്ത് നമുക്കിവിടെ എക്സാമിനുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പം നമുക്ക് ഓപ്പോസിറ്റ് ഫേസ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യനാണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. ഡൈസിൻ്റെ ഓപ്പോസിറ്റ് വരുന്നവരെ ബേസ് ചെയ്തുള്ള രീതിയിലാണ്. അപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് ക്യൂബിനാണെങ്കിൽ അല്ലെങ്കിൽ ഡൈസിനാണെങ്കിൽ എത്ര ഫേസ് ഉണ്ട്, അതായത് എത്ര മുഖങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 6 ഫേസസ് ആണുള്ളത്. അതായത് ഈ 6 ഫേസിലായിട്ട് ഒന്നെങ്കിൽ നമ്പർ ആകാം, അല്ലെങ്കിൽ ആൽഫബറ്റ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും സിമ്പിൾസ് ആകാം, എന്ത് വേണമെങ്കിലും വരാം. അങ്ങനെ 6 പേരായിരിക്കും, 6 കാര്യങ്ങളായിരിക്കും അതിനകത്തുള്ളത്. അപ്പോൾ എന്താണ് 3 പെയർ ഓഫ് ഓപ്പോസിറ്റ് ഫേസസ് ആയിരിക്കും. 3 പെയർ ഓഫ് ഓപ്പോസിറ്റ് ഫേസസ് ആയിരിക്കും. മൊത്തം 6 എണ്ണം ആണെങ്കിലും അങ്ങനെ 3 പെയറുകളായിട്ടാണ് ഉള്ളത്. അതായത് ഇപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ ഉള്ള ഈ ഒരു ആളിനെയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഫേസ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഈ താഴെ വരുന്ന ഫേസ് ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇതുപോലെ ഇങ്ങനെ 3 പേരുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതിനകത്ത് വരച്ചാൽ നിങ്ങൾക്കത് ക്ലിയർ ആവത്തില്ല. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഈ മേളിൽ വരുന്നതിന് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഈ താഴെ വരുന്നതായിരിക്കും. അങ്ങനെ കണ്ട് ഈ സൈഡ് വരുന്നതിന് ഇപ്പുറത്തെ സൈഡ് വരുന്നത്, അങ്ങനെ എല്ലാം 3 പെയർ ഓഫ് ഓപ്പോസിറ്റ് ആൾക്കാരാണ് നമുക്കുള്ളത്. അപ്പോൾ ആ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരെ ബേസ് ചെയ്താണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ 3 പെയർ ഓഫ് ഓപ്പോസിറ്റ് ഫേസസ് ഉണ്ട്, 6 ഫേസസ് ആണ് ടോട്ടൽ ഉള്ളത്. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് നമ്പേഴ്സ് ആണെങ്കിൽ നമ്പേഴ്സ് ആണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തായിരിക്കും? 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കും. ഇനി ആൽഫബറ്റ് ആണ്, പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, ഏതൊക്കെ ആൽഫബറ്റുകളാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ്? A മുതൽ 6ാമത്തെ ആൽഫബറ്റ് ആരാണ്? F വരെ ആയിരിക്കും. മനസ്സിലായി? അല്ലെങ്കിൽ ഈ 1 മുതൽ 6 വരെയോ അല്ലെങ്കിൽ A മുതൽ F വരെയോ അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ക്ലിയർ ആയിട്ട് പറയും ഇന്ന ആൾക്കാരാണ് ഈ ക്യൂബിനകത്തുള്ളതെന്ന് പറയും. അല്ലെങ്കിൽ സിമ്പിൾസും ആകാം. അപ്പോൾ ഏതൊക്കെ സിമ്പിൾസ് ആണ് ഉള്ളതെന്ന് നമുക്ക് ക്വസ്റ്റിൻ്റെ തുടക്കത്തിൽ പറയാം. അപ്പോൾ അത് ബേസ് ചെയ്ത് നമുക്ക് ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാനുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഡൈസിനെ പറ്റി പറയുകയാണെങ്കിൽ 2 ടൈപ്പ് ഡൈസാണുള്ളത്. സ്റ്റാൻഡേർഡ് ഡൈസും ഉണ്ട്, ജനറൽ ഡൈസും ഉണ്ട്. സ്റ്റാൻഡേർഡ് ഡൈസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സം ഓഫ് ഓപ്പോസിറ്റ് ഫേസസ് എന്ന് പറഞ്ഞാൽ 7 ആയിരിക്കും. നമ്പർ ബേസ്ഡ് ഡൈസ് ആണെങ്കിൽ, നമ്പറുള്ള 1 മുതൽ 6 വരെയുള്ള ഡൈസ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഫേസുകളുടെ സം എത്ര ആയിരിക്കും? 7 ആയിരിക്കും. അതായത് അപ്പോൾ അവിടെ ആരൊക്കെ വരുമോ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു ഫേസിൽ 1 ആണെങ്കിൽ അതിന് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫേസ് എന്തായിരിക്കും വരുന്നത്? 6 ആയിരിക്കും. മനസ്സിലായോ? ഇപ്പോൾ 2 ആണ് ഒരു ഫേസിലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫേസിൽ 5 ആയിരിക്കും. 3 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫേസിൽ 4 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആരാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ആരൊക്കെ വരുമെന്ന് പറയാൻ പറ്റും. മനസ്സിലായോ? അതാണ് സ്റ്റാൻഡേർഡ് ഡൈസിൻ്റെ പ്രത്യേകത. ഓപ്പോസിറ്റ് ആരൊക്കെയാണെന്ന് നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് നമുക്ക് ആരാണെന്ന് വരുന്നുള്ള ഫിക്സറാണ്. മനസ്സിലായോ? 1-ന് 6 വരും, 3-ന് 4 വരും, 2-ന് 5 വരും എന്നുള്ള എന്താണ്? ഫിക്സാണ്. പക്ഷേ ജനറൽ ഡൈസ് വരുമ്പോൾ ജനറൽ ഡൈസിനെ നോൺ സ്റ്റാൻഡേർഡ് ഡൈസ് എന്നും പറയാം, നോൺ സ്റ്റാൻഡേർഡ് ഡൈസ് എന്നും പറയാം. അപ്പോൾ അവിടെ വരുമ്പം സം ഓഫ് ഓപ്പോസിറ്റ് ഫേസസ് 7 ആകണമെന്നില്ല. മനസ്സിലായോ? സം ഓഫ് ഓപ്പോസിറ്റ് ഫേസസ് 7 ആകണമെന്നില്ല. അവിടെ ഏതെങ്കിലും 2 ഫേസിൻ്റെ സം ചിലപ്പോൾ 7 വരാം. പക്ഷേ എല്ലാ ഫേസും, അതായത് ഇപ്പോൾ 1-6 വന്നെന്ന് കരുതി ബാക്കിയുള്ളത് 2-5-3-4 വരണമെന്നില്ല. മനസ്സിലായി? ചിലപ്പോൾ 1-ന് ഓപ്പോസിറ്റ് 6 വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പം ഓപ്പോസിറ്റ് വരാം. പക്ഷേ എല്ലാം എന്താവത്തില്ല, ഇതേ രീതിയിൽ വരത്തില്ല. അപ്പോൾ അങ്ങനെ വരാത്ത ഡൈസിനെയാണ് നമ്മൾ ജനറൽ ഡൈസ് അല്ലെങ്കിൽ നോൺ സ്റ്റാൻഡേർഡ് ഡൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഏതാണ്? ജനറൽ ഡൈസ് ആണ്, നോൺ സ്റ്റാൻഡേർഡ് ഡൈസ് ആണ്. കാരണം ഞാൻ നോൺ സ്റ്റാൻഡേർഡ് ഫേസ് എന്നാണ് എഴുതി, നോൺ സ്റ്റാൻഡേർഡ് ഡൈസ് ആണ്. അപ്പോൾ അതിൻ്റെ കാരണം അപ്പോൾ അവിടെ വരുമ്പോൾ നമുക്ക് എന്താണ്? ഇതുപോലെ അല്ല വരുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡൈസ് എന്നാണ് ക്വസ്റ്റ്യനിലെങ്കിൽ നമുക്ക് എളുപ്പം പറയാം, ഇതങ്ങ് പഠിച്ചുകൊണ്ട് പോയാൽ മതി. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഫേസ് 7 ആണെന്ന് ഓർത്തിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് പറയാം. പക്ഷേ ജനറൽ ഡൈസ് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു പൊസിഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലിയർ ആവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇങ്ങനെയാണ് നമുക്ക് ഡൈസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. 2 ഡിഫറെൻറ്റ് പൊസിഷൻസ് ഓഫ് എ ഡൈസ് ആർ ഷോൺ ബിലോ, വിച്ച് നമ്പർ വിൽ അപ്പിയർ ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ടു നമ്പർ 1? ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. അപ്പം ഒരു ഡൈസിൻ്റെ തന്നെ 2 പൊസിഷനാണ് തന്നിരിക്കുന്നത്. മനസ്സിലായി? ഒരു ഡൈസ് തന്നെ 2 രീതിയിൽ വെക്കുമ്പോൾ കാണുന്ന രീതിയിലുള്ള നമ്പേഴ്സാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ ചോദിച്ചേക്കുന്നത് എന്താണ്? 1-ന് ഓപ്പോസിറ്റ് എന്താണ്? അതായത് 1 മേളി വന്നാൽ താഴെ എന്ത് വരും, അല്ലെങ്കിൽ 1 താഴെ വന്നാൽ മേളി എന്തായിരിക്കും? 1-ന് ഓപ്പോസിറ്റ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ട കാര്യം, നമുക്ക് ചോദിച്ചേക്കുന്ന 1 അല്ലേ? ഇപ്പോൾ 1 അല്ലാതുള്ള നമ്പേഴ്സ് നോക്കിയേ, 6-ഉം 4-ഉം.
അപ്പോൾ നിങ്ങൾ നോക്കണ്ട ഇത് നോക്കേണ്ട കാര്യം ഈ 6ഉം 4ഉം കോമൺ ഉണ്ടോ എന്ന് നോക്കുക. മനസ്സിലായോ? ഈ 6ഉം 4ഉം രണ്ടിടത്തും കോമൺ ഉണ്ടോ? അതാണ്ട് ഇവിടെ ഒരു 6ഉം 4ഉം ഉണ്ട്, ഇവിടെ ഒരു 6ഉം 4ഉം ഉണ്ട്. അതായത് നമുക്ക് തരുന്ന രണ്ട് പൊസിഷനിലായിട്ട് രണ്ട് ഫേസുകൾ കോമൺ ആണെങ്കിൽ, ഓക്കെ, 2 ഫേസസ് കോമൺ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം റിമൈനിങ് ആയിട്ടുള്ള ആൾക്കാർ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. കാര്യം ക്ലിയർ ആയോ? നമുക്ക് തരുന്ന ഒരു ഡൈസിൻ്റെ തന്നെ രണ്ട് പൊസിഷനിൽ ഏതെങ്കിലും രണ്ട് പേര് കോമൺ ആയിട്ട് വന്നാൽ, ഒരേപോലെ വന്നാൽ റിമൈനിങ് ആയിട്ടുള്ള ആൾക്കാർ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ചോദിച്ചേക്കുന്ന 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പ് നമുക്ക് പെട്ടെന്ന് നോക്കി പറയാം. 1ന് ഓപ്പോസിറ്റ് എന്താണ്? ഓപ്ഷൻ സി ആണ്. 3 എന്നുള്ളതാണ് ആൻസറായിട്ട് വരും. കാര്യം ക്ലിയർ ആയോ? ഇപ്പോൾ നോക്കേണ്ട കാര്യം, നമുക്ക് ഇതിനകത്ത് രണ്ട് പേര് കോമൺ വന്നാൽ റിമൈനിങ് ആയിട്ടുള്ള ആളായിരിക്കും ഓപ്പോസിറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ റിമൈനിങ് ആയിട്ടുള്ള ആളായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരാളെ കോമൺ വന്നുള്ളെങ്കിലോ അത് നമ്മൾ മുന്നോട്ട് വരുന്ന ക്വസ്റ്റ്യൻ പറയും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നോക്കി 2 പൊസിഷൻസ് ഓഫ് എ ഡൈസ് ആർ ഷോൺ ബിലോ. ആഫ്റ്റർ റോളിംഗ് ദ ഡൈസ്, ഇഫ് യു ഗെറ്റ് ദ നമ്പർ 4 ഓൺ ദ ഫേസ് അറ്റ് ദ ടോപ്പ്, വിച്ച് നമ്പർ വിൽ ബി ഓൺ ദ ഫേസ് അറ്റ് ദ ബോട്ടം? ക്വസ്റ്റ്യൻ ഒന്നുമില്ല, 4ൻ്റെ ഓപ്പോസിറ്റ് എന്ത് വരുമെന്നാണ്. അത് 4 ടോപ്പിൽ വന്നാൽ ബോട്ടം എന്ത് വരുമെന്ന് ചോദിച്ചു. എന്ന് വെച്ചാൽ 4ന് ഓപ്പോസിറ്റ് എന്താണെന്നാണ്. അപ്പോൾ നോക്കി 4 അല്ലാതെ ബാക്കിയുള്ള ആൾക്കാർ 5ഉം 6ഉം, അതുകൊണ്ട് ഇവിടെ ഉണ്ട് ആര്? 5ഉം 6ഉം. അപ്പോൾ ഈസി അല്ലേ? അപ്പോൾ എന്താണ് 4ന് ഓപ്പോസിറ്റ്? 3 ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരും. ഓക്കെ, കാര്യം ക്ലിയർ ആയോ? അപ്പോൾ രണ്ട് പൊസിഷൻ തന്നു കഴിഞ്ഞാൽ രണ്ട് പേര് കോമൺ ഉണ്ടോ നോക്കുക. അങ്ങനെയാണ് റിമൈനിങ് ആൾക്കാർ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് 2 ഡൈസ് ആൽഫബറ്റ് എ മുതൽ എഫ് വരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും എ മുതൽ എഫ് വരെ എന്നാണ് എടുക്കേണ്ടത്. അല്ലെങ്കിൽ അവിടെ പറയും ഏതൊക്കെ ആൽഫബറ്റ് ആണോ ഉള്ളതെന്ന് പറയും. അപ്പോൾ ചോദിച്ചേക്കുന്നത് എന്താണ്? ഇയുടെ ഓപ്പോസിറ്റ് എന്ത് വരും? ഇയുടെ ഓപ്പോസിറ്റ് എന്ത് വരും? ഇപ്പോൾ നോക്കി, ഇപ്പോൾ ഇവിടെ ഈ ഒഴിച്ചുള്ള സി എഫ്, ഇവിടെ ആണെങ്കിൽ സി എഫ്. എളുപ്പമല്ലേ? എന്താണ് ആൻസർ? ബി ആണ് ഫൈനൽ ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി, ബി എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, അപ്പം രണ്ടുപേര് കോമൺ വരുന്നത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ, ഒട്ട നോട്ടിൽ തന്നെ ആൻസർ എടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇവിടെ നമ്പറിന് പകരം ഡോട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ നോക്കിയേ 1 ഡോട്ട് ഉള്ള ഓപ്പോസിറ്റ് എന്ത് വരും? അതായത് ഇവിടെ 1 ഡോട്ട് ഉണ്ട്, ഇതിന് ഓപ്പോസിറ്റ് എന്ത് വരുമെന്നാണ്. അപ്പോൾ ഈ 1 ഒഴിച്ചുള്ള ബാക്കിയുള്ള ആൾക്കാർ നോക്കി 4, 2. നോക്കി ഇവിടെ നോക്കി 4 × 2 ഉണ്ടോന്ന്. അത് ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 4. ആ ഡോട്ട് എണ്ണി നോക്കിയാൽ മതി. അപ്പോൾ നോക്കി ഇത് രണ്ടും കോമൺ അല്ലേ? 4 × 2 കോമൺ ആണ്. അപ്പോൾ ഇവിടെ ബാക്കി വരുന്ന 1, ഇവിടെ ബാക്കി വരുന്ന ഇവിടെ നമ്പർ കൗണ്ട് ചെയ്ത് നോക്കിയാൽ 6. അതായത് 1ന് ഓപ്പോസിറ്റ് ആരായിരിക്കും? 6 ആയിരിക്കും. ആൻസറായി ഓപ്ഷൻ ബി 6. ഇതേ രീതിയിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് രണ്ട് പേര് കോമൺ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇവിടെ ചോദിച്ചേക്കുന്നത് 6ന് ഓപ്പോസിറ്റ്. ഓക്കെ, ടോപ്പിൽ 6 വന്നാൽ ബോട്ടം എന്ത് വരുമെന്നാണ്. 6ന് ഓപ്പോസിറ്റ് എന്ത് വരുമെന്നാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇവിടെ നമ്മൾ 6 ഒഴിച്ചുള്ള 1, 5, ഇവിടെ ആണെങ്കിൽ 1, 5 ഇല്ല. അതായത് രണ്ട് പേര് കോമൺ ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പ്രത്യേകത? ഇവിടെ 5 മാത്രമേ എന്തുള്ളൂ? കോമൺ ഉള്ളൂ. ശ്രദ്ധിച്ച് നോക്കുക, 1 ഫേസ് കോമൺ, ഒരു ഫേസേ ഉള്ള എന്ത് കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ചെയ്യുന്ന രീതി വ്യത്യാസമാണ്. ഇതിപ്പോൾ ഞാൻ ഒന്നാമത്തെ ഡൈസ്, രണ്ടാമത്തെ ഡൈസ് എന്ന് നമ്പർ ചെയ്താൽ നിങ്ങളിവിടെ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഒന്നാമത്തെ ഡൈസിലെയും രണ്ടാമത്തെ ഡൈസിലെ നമ്പേഴ്സിനെ ഒരു ഓർഡറിൽ എഴുതുക. ഓക്കെ, ഒന്നാമത്തെ ഡൈസിൽ രണ്ടാമത്തെ ഡൈസിലെ ആൾക്കാരുടെ ഓർഡറിൽ എഴുതുക. എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ രണ്ടിടത്ത് കോമൺ വന്നില്ലേ, അവരെ രണ്ടുപേരെ ആദ്യം എഴുതുക. അവരെ രണ്ടുപേരെ രണ്ടിടത്ത് ആദ്യം എഴുതുക. മനസ്സിലായ? രണ്ടുപേരെ ആദ്യം എഴുതിയിട്ട് ഒന്നെങ്കിൽ ക്ലോക്ക് വൈസ് ഓർഡർ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഓർഡർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഇപ്പോൾ നിങ്ങൾ ഇത് ക്ലോക്ക് വൈസ് ഓർഡറിലാണ് എഴുതുന്നതെങ്കിൽ ഇത് എന്ത് ചെയ്യണം? ക്ലോക്ക് വൈസ് ഓർഡറിൽ എഴുതണം. ഇതിന് ആൻറ്റി ക്ലോക്ക് വൈസ് ഓർഡറിലാണ് എഴുതുന്നതെങ്കിൽ ഇത് എന്ത് ചെയ്യണം? ആൻറ്റി ക്ലോക്ക് വൈസ് ഓർഡറിൽ എഴുതണം. ഞാനിവിടെ ക്ലോക്ക് വൈസ് ഓർഡറിൽ എഴുതിയാൽ ബാക്കി ആരൊക്കെ വരും? 5 കഴിഞ്ഞ് ഓർഡർ തെറ്റിപ്പോരുത്. ക്ലോക്ക് വൈസ് ഓർഡർ ആണെങ്കിൽ 2, 4. ഇവിടെ ആണെങ്കിലോ 5 കഴിഞ്ഞ് ക്ലോക്ക് വൈസ് ഓർഡറിൽ പോയാൽ 1, 6. അപ്പോൾ ഇങ്ങനെ എഴുതുമല്ലോ. ഇങ്ങനെ എഴുതിയിട്ട് ഇപ്പോൾ നമുക്ക് നേരെ നേരെ വരുന്നില്ലേ, അവരെന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഈ 2ന് നേരെ വന്ന ആരാണ്? 1. 2ന് ഓപ്പോസിറ്റ് 1 ആയിരിക്കും, 4ന് ഓപ്പോസിറ്റ് 6 ആയിരിക്കും. മനസ്സിലായി? 2ന് ഓപ്പോസിറ്റ് 1 ആയിരിക്കും, 4ന് ഓപ്പോസിറ്റ് 6 ആയിരിക്കും. നമ്മുടെ ആൻസർ ആയില്ലേ? 4 എന്ന് പറയുന്നതാണല്ലോ 6ന് ഓപ്പോസിറ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ്? 4. ഓപ്ഷൻ ഡി 4 ആണ് കഴിഞ്ഞ ആൻസർ വരും. അപ്പോൾ കാര്യം ഇവിടെ കിട്ടിയാൽ നമ്മളിങ്ങനെ നേരെ എഴുതുന്നു. എന്നിട്ട് ഇവർ നേരെ നേരെ വരുന്ന ആൾക്കാർ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് 2ന് ഓപ്പോസിറ്റ് 1, 4ന് ഓപ്പോസിറ്റ് 6. ചോദിച്ചേക്കുന്ന 6 അല്ലേ, അപ്പോൾ 4 വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു സംശയം വരാം, അങ്ങനെയാണെങ്കിൽ 5ന് ഓപ്പോസിറ്റ് 5 തന്നെ വരുമോ? ഇല്ല. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് എഴുതുന്ന ആളില്ലേ, അയാൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആരായിരിക്കും? നമ്മൾ ഈ എഴുതിയതിനകത്ത് ഇനി വരാത്ത നമ്പർ ഏതാണെന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ 1 മുതൽ 6 വരെ ആയിരിക്കുമല്ലോ. അപ്പോൾ 1 മുതൽ 6 വരെ ഉള്ളതിൽ 1 വന്നു, 2 വന്നു, 4 വന്നു, 5 വന്നു, 6. അപ്പോൾ അതിന് വരാത്ത ആളാരാ? 3.
ആ 3 ആയിരിക്കും എന്തിന് ഓപ്പോസിറ്റ്? ഈ 5-ന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു പക്ഷേ 5 ചോദിക്കുന്നതെങ്കിൽ 5-ന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഏതായിരിക്കും? 3 ആയിരിക്കും. ഇനി വരാത്ത ആൾ ആരാണോ അതാണ് ആ കോമൺ ആയിട്ടുള്ള ആളിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. കാര്യം മനസ്സിലായോ? ആ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 4-ന് ഓപ്പോസിറ്റ് ആരാണെന്നാണ്. 4 അറ്റ് ദ ബോട്ടം ചോദിച്ചേക്കുന്നത് അതാണ്. 4-ന് ഓപ്പോസിറ്റ് ആരാണെന്നാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുകൂടെ കമ്പയർ ചെയ്യുമ്പോൾ 2 പേര് കോമൺ ഇല്ല. അപ്പോൾ അതായത് നോക്കുക 2 പേര് കോമൺ ഉണ്ടോ നോക്കുക. 2 പേര് കോമൺ ഇല്ലെങ്കിൽ എന്താണ്? കാരണം ഒരാളെങ്കിലും കോമൺ വരും. ഓക്കെ, ഒരാളെങ്കിലും കോമൺ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ കോമൺ ഉണ്ട്. അതായത് രണ്ടിടത്തും 3 ഉണ്ട്. ഇപ്പോൾ രണ്ടിടത്തും 3 ഉണ്ട്. ഞാൻ ഇവിടെയും ക്ലോക്ക് വൈസ് ഓർഡറിൽ എഴുതുകയാണ്. 3, 1, 6 ഇവിടെ എഴുതി കഴിഞ്ഞാൽ 3, 4, 5 ആൻസർ ആയേ. 4-ന് ഓപ്പോസിറ്റ് ആരാണ്? 1. ഓപ്ഷൻ എ ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരും. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഇപ്പോൾ 2 പേര് കോമൺ വരുന്ന കേസ് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഒരാൾ കോമൺ വരുന്ന കേസാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് 6-ന് ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, നമുക്കിവിടെ 2 ഡൈസിലും 6 ഇല്ല. ഓക്കെ, നിങ്ങൾ അത് നോക്കണ്ട. രണ്ടിടത്തും കോമൺ വരുന്നവരെ നോക്കി. 2 പേര് കോമൺ ഇല്ല. ആര് മാത്രമേ കോമൺ ഉള്ളൂ? 3 മാത്രമേ കോമൺ ഉള്ളൂ. അങ്ങനെയാണ് രണ്ടിടത്തെയും 3 നമ്മൾ ആദ്യം എഴുതി. എന്നിട്ട് ഇവിടെ ക്ലോക്ക് വൈസ് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ 1, 4. ഇവിടെ ക്ലോക്ക് വൈസ് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ 3, എന്നിട്ട് 2, 5. അപ്പോൾ ആൻസർ ആയല്ലോ. അപ്പോൾ 1-ന് ഓപ്പോസിറ്റ് 2, 4-ന് ഓപ്പോസിറ്റ് 5. ചോദിച്ചിരിക്കുന്ന ഏതാണ്? 6. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്താ? ഇവിടെ ഇനി ഇല്ലാത്ത ആളായിരിക്കും ആർക്ക് ഓപ്പോസിറ്റ്? 3-ക്ക് ഓപ്പോസിറ്റ്. അതായത് വന്നത് 6 അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ട ആൻസറായി 3 ആണ് ഫൈനൽ ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി 3 ആണ് ഫൈനൽ ആൻസർ വരുന്നത്. കാര്യം പിടി കിട്ടി. അപ്പോൾ ഇവിടെ നിങ്ങളിങ്ങനെ ഓർഡറിൽ എഴുതുമ്പോൾ അവിടെ വരാത്ത ആളായിരിക്കും ആ കോമൺ ആയിട്ട് വരുന്ന ആളാണ് ഓപ്പോസിറ്റ്. അപ്പോൾ അവിടെ കോമൺ ആയിട്ട് വരുന്ന 3 ആണ്. ഇപ്പോൾ ഇവിടെ വരാത്ത ആൾ 6 ആണ്. നമുക്ക് ചോദിച്ചിരിക്കുന്ന 6-ന് ഓപ്പോസിറ്റ് ആരാണെന്നാണ്. അപ്പോൾ എന്താണ്? 3 ആണ് ഫൈനൽ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ ആ ഒരു ഡൈസിൻ്റെ തന്നെ 3 പൊസിഷൻ തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ചെയ്യുന്ന രീതി എന്താണ്? ഇപ്പോൾ നിങ്ങൾ എടുക്കുമ്പം ഏതെങ്കിലും 2 ഡൈസ് എടുത്ത് ചെയ്താൽ മതി. പക്ഷേ അത് ശ്രദ്ധിച്ചെടുക്കുക. ഇപ്പോൾ നിങ്ങൾ 1-ാമത്തെ 2-ാമത്തെ ഡൈസ് എടുത്തും ചെയ്യാം, 1-ാമത്തെ 3-ാമത്തെ എടുത്തും ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ ഏതൊക്കെയാണോ എടുക്കുന്നത് അതിനകത്ത് ഒരാളെ കോമൺ ഉള്ളോ 2 പേര് കോമൺ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം എടുക്കാൻ. ഇപ്പോൾ നിങ്ങൾ 1-ാമത്തെ 2-ാമത്തെ ഡൈസ് എടുത്താൽ നോക്കി ഇവിടെ 4, 3, 2. ഇവിടെ ആണെങ്കിൽ 4, 1, 6. അപ്പോൾ ആരാണ് കോമൺ? 4 എന്നുള്ളൊരു ഡിജിറ്റാണ് കോമൺ വരുന്നത്. അപ്പോൾ ഒരാളല്ല കോമൺ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഏത് മെത്തേഡ് ഉപയോഗിക്കാം? ഞാൻ 2-ാമത് പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ രണ്ടിടത്തെയും 4 ആദ്യം എഴുതി. ദെൻ ഇവിടെ ക്ലോക്ക് വൈസ് ഓർഡറിൽ എഴുതുമ്പം 2, 3. ഇവിടെ ക്ലോക്ക് വൈസ് ഓർഡറിൽ എഴുതുമ്പം 6, 1. അപ്പോൾ നോക്കി നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 4-ന് ഓപ്പോസിറ്റ് തന്നെയാണ്. അപ്പോൾ നോക്കി ഇവിടെ ഇനി വരാത്ത ആളാരാ? 5 ആണ്. ആ 5 ആയിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ 5 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 1-ാമത്തെയും 2-ാമത്തെ ഡൈസ് എടുത്താൽ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി 1-ാമത്തെ 3-ാമത്തെ എടുത്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ അവിടെ നിങ്ങൾ നോക്കണ്ടേ. ഇപ്പോൾ 1-ാമത്തെ 3-ാമത്തെ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ അവിടെ 2 പേര് കോമൺ ഉണ്ട്. മനസ്സിലായോ? അവിടെ നിങ്ങൾ ഇങ്ങനെ ഇപ്പോൾ നിങ്ങൾ 1-ാമത്തെ 3-ാമത്തെ എടുത്തെന്ന് വിചാരിച്ചോ, നിങ്ങൾ 4 മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ 4, 2, 3. ഇവിടെ എഴുതുമ്പോൾ ക്ലോക്ക് വൈസ് എഴുതുമ്പോൾ 4, 3, 6. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ തെറ്റാണ്. കാരണം എന്താണ്? ഇവിടെ രണ്ടിടത്തും ആരുണ്ട്? 3 കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ 2 പേര് കോമൺ വരുന്ന കേസിൽ നമ്മൾ ഇങ്ങനെ എഴുതിയാൽ എന്ത് കിട്ടത്തില്ല? കറക്റ്റ് ആൻസർ കിട്ടത്തില്ല. അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. നിങ്ങൾ 1, 3 എടുത്താൽ അവിടെ നിന്ന് എന്തേ മനസ്സിലാവത്തുള്ളൂ? അവിടെ 4ഉം 3ഉം കോമൺ. അതിൻ്റെ അർത്ഥം 2-ന് ഓപ്പോസിറ്റ് 6 ആണെന്നേ കിട്ടൂ. നിങ്ങൾ 1-ാമത്തെയും 3-ാമത്തെയും ഡൈസ് ആണ് എടുക്കുന്നതെങ്കിൽ. മനസ്സിലായോ? 1-ാമത്തെയും 3-ാമത്തെയും ഡൈസ് ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ 4ഉം 3ഉം കോമൺ ആണ്. അപ്പോൾ 2-ന് ഓപ്പോസിറ്റ് 6 ആണെന്നേ കിട്ടും. അവിടെ വേറെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് എടുത്തിട്ട് എന്തില്ല? പ്രയോജനമില്ല. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ച് നോക്കുക. ഇനി വേണമെങ്കിൽ ഈ രീതി നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ 1-ാമത്തെ 3-ാമത്തെ എടുത്തപ്പോൾ 1-ാമത്തെ 3-ാമത്തെ എടുത്തപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടി. ഓക്കെ, ഇനി 2-ാമത്തെ 3-ാമത്തെ എടുത്താലോ? 2-ാമത്തെ 3-ാമത്തെ ഡൈസ് എടുത്താൽ അവിടെ ആരൊക്കെ കോമൺ ഉണ്ട്? 4ഉം 6ഉം ഉണ്ട്. ഇവിടെ ആരുണ്ട്? 4ഉം 6ഉം ഉണ്ട്. അപ്പോൾ റിമൈനിങ് ആയിട്ടുള്ള ആളാരാ? 1ഉം 3ഉം. അപ്പോൾ നമുക്ക് ഓൾറെഡി കിട്ടി 2, 6 ഓപ്പോസിറ്റ്. പിന്നെ ഇപ്പോൾ കിട്ടി 1ഉം 3ഉം ഓപ്പോസിറ്റ്. ഇത് വെച്ച് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫൈനൽ ആൻസർ കണ്ടുപിടിക്കാം. കാരണം 2 പേരിനെ കിട്ടി. അങ്ങനെയാണെങ്കിൽ 3-ാമത്തെ പേർ എന്തായിരിക്കും വരുന്നത്? 4, 5 അല്ല ഇനി ബാക്കിയുള്ള അവർ തമ്മിൽ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി എടുക്കാം. മനസ്സിലായി? അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആൻസർ കണ്ടുപിടിക്കാം. എപ്പോഴും നിങ്ങൾ മനസ്സിൽ വെക്കുക, 2 ഡൈസ് എടുക്കുമ്പോൾ ഒരാളെ കോമൺ ഉള്ളോ 2 പേര് കോമൺ ഉണ്ടോ എന്ന് വളരെ സൂക്ഷിച്ച് നോക്കിയെടുക്കുക. അതിനനുസരിച്ചായിരിക്കും ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ അതുപോലെ ചെയ്യാം. ഈ ക്വസ്റ്റ്യനും എടുക്കുമ്പം 1-ാമത്തെ 2-ാമത്തെ ഡൈസ് എടുത്താൽ കുഴപ്പമില്ല, 6 മാത്രമേ കോമൺ ഉള്ളൂ. അപ്പോൾ ആ രീതി ഞാൻ ചെയ്യുകയാണ്. രണ്ടിടത്ത് 6 കോമൺ ഉണ്ട്. ക്ലോക്ക് വൈസ് ഓർഡറിൽ എഴുതിയാൽ 2, 3. ഇവിടെ എഴുതുവാണെങ്കിൽ 1, 4. ആൻസർ ആയേ. ചോദിച്ചിരിക്കുന്ന ആർക്ക് ഓപ്പോസിറ്റ് ആണ്?
6-ന് ഓപ്പോസിറ്റ് ആണ്. 1-ന് ഓപ്പോസിറ്റ് 2, 3-ക്ക് ഓപ്പോസിറ്റ് 4. ആൻസറായി. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് ആയിട്ടുള്ള ആളാരാ? 5 അല്ലേ? അപ്പോൾ 6-ന് ഓപ്പോസിറ്റ് ആരാണ്? 5 എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളത് എടുക്കുമ്പോൾ ഏതെങ്കിലും 2 പൊസിഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കി എടുക്കുക. ഒരാളെ കോമൺ ഉള്ളോ 2 പേര് കോമൺ ഉണ്ടോ എന്ന് നോക്കി എടുത്താൽ മതി. വളരെ എളുപ്പം ആൻസർ കിട്ടുന്ന ടൈപ്പ് ക്വസ്റ്റ്യനാണ് ഡൈസിനകത്തുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്തൊരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ ചെയ്തത് ഓപ്പോസിറ്റ് കണ്ടുപിടിക്കുന്ന രീതിയിലാണ്. ഇനി അടുത്തൊരു ടൈപ്പ് നമുക്ക് ചോദിക്കുന്നത്, നമുക്ക് ഈ ഡൈസ് നമ്മൾ മടക്കുന്നതിന് മുമ്പ്, അതായത് നമ്മൾ ഈ ഒരു പേപ്പർ മടക്കുകയാണല്ലോ ഡൈസ് ആക്കുന്നത്, ആ ഡൈസ് നമ്മൾ അഴിച്ച് നൂത്ത് വെച്ചാൽ ആ നൂത്ത് വെക്കുന്ന രീതിയിലുള്ള ഒരു ഫിഗർ നമുക്ക് തരും. അങ്ങനെയാണെങ്കിൽ അത് മടക്കി വെച്ചാൽ ആര് ഓപ്പോസിറ്റ് ആയിട്ട് വരും, ആ രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഡൈസ് മടക്കുന്നതിന് മുമ്പുള്ളൊരു പൊസിഷൻ തരും. ഓക്കെ, ഇപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യനാണ് തരുന്നതെങ്കിൽ നമുക്ക് അത് തന്നെ ഒരു രീതിയിൽ ചോദിക്കാണ്ട് ഇങ്ങനെ രീതിയിലാണ് നമുക്ക് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് അതിനകത്ത് 4 ഫേസ് ഒരു ലൈനാണോ നോക്കുക, 4 ഫേസസ് ഇൻ എ ലൈൻ ആണോ നോക്കുക, 4 ഫേസസ് ഇൻ എ ലൈൻ ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ അതായത് അവിടെ 4 പേര് ഒരു ലൈനിലല്ലേ, അപ്പോൾ അങ്ങനെ വന്നാൽ അവിടെ നമുക്ക് പറയാനുള്ളൊരു ട്രിക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ 1 2 3 ജസ്റ്റ് കൊടുക്കുകയാണ്. 1 2 3 ഇങ്ങനെ വന്നാൽ, ഓക്കെ, 1 2 3 ഇങ്ങനെ വന്നാൽ നമുക്ക് ആ ഡൈസ് മടക്കുന്നതിന് മുമ്പുള്ള പേപ്പർ ഇങ്ങനെയാണെങ്കിൽ ഇത് മടക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇമാജിൻ ചെയ്തൊന്നും ആലോചിച്ച് നോക്കണ്ട, അല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ നോക്കാം. കണ്ട് ഇത് മടങ്ങി വരുമ്പം ആർക്കാണ് ഓപ്പോസിറ്റ് വരുന്നതെന്ന് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്ത് നോക്കാം. പക്ഷെ അങ്ങനെ നോക്കാൻ പാടുള്ളവർ എന്ത് ചെയ്താൽ അതാണ്ട് ഇവിടെ സിമ്പിളായിട്ടൊരു ട്രിക്ക് പറയാം. ഈ 4 പേര് അടുപ്പിച്ച് വരത്തില്ലേ, അവരിൽ ഒന്നിടപെട്ടുള്ള ആൾക്കാരായിരിക്കും ഓപ്പോസിറ്റ് വരുന്നത്. മനസ്സിലായി? ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അതായത് 1-ന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആളാണ് 2, 5-ന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആളാണ് 4. അങ്ങനെയാണ് റിമൈനിങ് ആയിട്ടുള്ള 3-യും ഈ 4 പേർക്ക് വെളിയിൽ കിടക്കുന്നത് 3, 6 അവർ തമ്മിൽ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ കാര്യം മനസ്സിലായാൽ നമുക്ക് ആ ഡൈസ് ആവുന്നതിന് മുമ്പ് മടക്കുന്ന പേപ്പർ 4 പേരൊരു ലൈൻ ഇങ്ങനെയാണെങ്കിൽ ആ 4 പേരിൽ ഒന്നിടപെട്ടുള്ള ആൾക്കാർ ഓപ്പോസിറ്റും റിമൈനിങ് ആയിട്ടുള്ള ആൾക്കാർ ഓപ്പോസിറ്റും എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇനി ഈ പടം ഇങ്ങനെ തന്നെ വരണമെന്നില്ല. പടം ഇങ്ങനെ വന്നാലും നമുക്ക് ഈ ഒരു ട്രിക്ക് തന്നെ ഉപയോഗിക്കാം. ഈ 2 പേര് അഡീഷണൽ വരുന്ന എവിടെ വേണമെങ്കിലും ആകാം. അതാണ്ട് ഇവിടെ ആകാം, ഇവിടെ അങ്ങനെ വന്നാലും കുഴപ്പമില്ല. 4 പേര് അടുപ്പിച്ച് വന്നോ എന്ന് എന്ത് ചെയ്താൽ നോക്കിയാൽ മതി. ഇവിടെ ഞാൻ വേണമെങ്കിൽ ഒരു ABCD ഇട്ട് പറയാം. ABCD ഇങ്ങനെയാണ് നമ്മൾ മടക്കുന്നതിന് മുമ്പെങ്കിൽ ഇത് മടക്കി എങ്ങനെയൊക്കെ വരുമെന്ന് പറയാമോ? ഈ എയ്ക്ക് ഓപ്പോസിറ്റ് ആരായിരിക്കും? എയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് മടക്കിയാൽ വരുന്നത് E ആയിരിക്കും. ഓക്കെ, ഒന്നിടവിട്ട് E ആയിരിക്കും. സിക്ക് ഓപ്പോസിറ്റ് ആളായിരിക്കും? സിക്ക് ഓപ്പോസിറ്റ് B ആയിരിക്കും. ഡിക്ക് ഓപ്പോസിറ്റ് F ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത്. ക്ലിയർ ആയോ? ഈ രീതിയിലായിരിക്കും നമുക്ക് ആ ഒരു ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇത് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ക്യൂബ് ഈസ് മെയ്ഡ് ബൈ ഫോൾഡിംഗ് ദ ഗിവൺ ഷീറ്റ് ഇൻ ദ ക്യൂബ്സ് ഓഫ് ഫോമഡ് വാട്ട് വുഡ് ബി ദ ലെറ്റർ ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് L. അപ്പോൾ ഇവിടെ 4 പേര് ലൈൻ ഞാൻ പറഞ്ഞ രീതിയിലല്ല കിടക്കുന്നത്. അങ്ങനെയാണ് അവർ ചോദിച്ചേക്കുന്നത്. ഈ എല്ലിന് ഓപ്പോസിറ്റ് ആരാണ്? അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ 4 പേര് ലൈനിൽ കിടക്കുന്നതിനകത്തല്ലേ L. അപ്പോൾ ആ 4 പേര് ലൈനിൽ കിടക്കുന്നതിനകത്ത് ഒന്നിടപെട്ടല്ലേ. അങ്ങനെയാണ് Q L ഓപ്പോസിറ്റ് വരണ്ടേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് മാത്രം കണ്ടുപിടിച്ചാൽ മതി, എല്ലാവരും നോക്കണമെന്നില്ല. ഇപ്പോൾ എന്താ ചോദിച്ചാൽ എല്ലിന് ഓപ്പോസിറ്റ് Q ആയിരിക്കും. ഇവിടെ എല്ലാവരും പറയുവാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ആറിന് ഓപ്പോസിറ്റ് ആരായിരിക്കും? S ആയിരിക്കും. Qന് ഓപ്പോസിറ്റ് L ആയിരിക്കും. Nന് ഓപ്പോസിറ്റ് A ആയിരിക്കും. മനസ്സിലായോ? ഈ 4 പേർക്ക് വെളിയിൽ കിടക്കുന്ന N Aയും പരസ്പരം ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ കുറച്ച് ക്ലാരിറ്റി കുറവാണ്. ഓക്കെ, ഞാനത് വേണം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കാം. ഇത് 1, ഇത് 4, ഇത് 2, ഓക്കെ, ഇത് 6, 1, 3, ഇവിടെ ആണെങ്കിൽ 5, 1, 6, ഇവിടെ ആണെങ്കിൽ 2, 3, 6. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനകത്ത് പറഞ്ഞേക്കുന്നത് സെലക്ട് ഡൈസ് ദാറ്റ് ക്യാൻ ബി ഫോൾഡ് ബൈ ഫോൾഡിംഗ് ദ ഗിവൺ ഷീറ്റ്. ഈ ഷീറ്റ് മടക്കിയാൽ കിട്ടുന്ന ഇതിലേതൊക്കെ ഡൈസ് കിട്ടുമെന്നാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഡൈസ് നമുക്ക് തന്നാൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ആർക്കൊക്കെ ഓപ്പോസിറ്റ് വരുമെന്ന് കണ്ടുപിടിച്ച് വെക്കുക. ഇപ്പോൾ നോക്കി, ഇവിടെ ആരൊക്കെയാണ് ഓപ്പോസിറ്റ് വരുന്നത്? ഏതാണ്ട് ഈ 4-ന് ഓപ്പോസിറ്റ് ആരായിരിക്കും? 1 ആയിരിക്കും. 6-ന് ഓപ്പോസിറ്റ് 2 ആയിരിക്കും. അതായത് 4-ന് ഓപ്പോസിറ്റ് 1 ആയിരിക്കും. 6-ന് ഓപ്പോസിറ്റ് 2 ആയിരിക്കും. 5-ന് ഓപ്പോസിറ്റ് 3 ആയിരിക്കും. ശരിയല്ല? ഇങ്ങനെയല്ലേ വരണ്ടേ? അപ്പം ഈ രീതിയിലാണ് ഓപ്പോസിറ്റ് ആൾക്കാർ വരണ്ടേ. ഇനി ഇതിൽ ഏതൊക്കെ ഡൈസ് വരുമെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഫേസസ് ഒരുമിച്ചൊരു പടത്തിൽ വരത്തില്ല. മനസ്സിലായോ? ഒരു ഡൈസിൻ്റെ ഓപ്പോസിറ്റ് ഫേസസ്, മനസ്സിലായോ? ഓപ്പോസിറ്റ് ഫേസസ് വോണ്ട് കം ടുഗദർ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മളൊരു ഡൈസിൻ്റെ ഒരു പൊസിഷൻ എടുത്താൽ നമുക്കവിടെ
ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡൈസുകളെ ഒരുമിച്ചൊരു പടത്തിൽ കാണാൻ പറ്റത്തില്ല. മനസ്സിലായോ? ആ ഒരു കൺസെപ്റ്റാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതാണ്ട് ഈ 1 ഇവിടെ, ഈ 1 ഓപ്പോസിറ്റ് താഴെയല്ല വരുന്നത്. അത് നമുക്ക് ഒരുമിച്ച് ഈ പടത്തിൽ കാണാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഈ 4 ആണെങ്കിൽ ഈ 4 ഓപ്പോസിറ്റ് വരുന്നതുകൊണ്ട് ഈ ഭാഗത്തല്ലേ, അത് നമുക്ക് ഈ പടത്തിൽ കാണാൻ പറ്റുമോ? ഇല്ല. അതായത് ഓപ്പോസിറ്റുള്ള ആൾക്കാരെ ഒരുമിച്ചൊരു പടത്തിൽ കാണാൻ പറ്റത്തില്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആരൊക്കെ ഓപ്പോസിറ്റ് വരുമെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്പോസിറ്റായിട്ട് പെയർ വന്നാൽ അവരെ അങ്ങ് ഒഴിവാക്കിയാൽ പോരെ, അല്ലാത്തവരെ എടുത്താൽ പോരെ. ഇപ്പോൾ നിങ്ങൾ നോക്കിയതാണ്ട് 4 1 ഓപ്പോസിറ്റാണ്. അങ്ങനെയാണ് ഇവിടെ 4 1 അടുപ്പിച്ച് കിടക്കുക, ഓപ്പോസിറ്റായിട്ടല്ല കിടക്കുന്നത്. അതായത് എ എന്ന് പറഞ്ഞ ഡൈസ് വരത്തില്ല. ഇനി ഈ ഓപ്ഷൻ എടുത്താൽ 6 1 3 നോക്കി, 6 1 3 അവിടെ ഓപ്പോസിറ്റായിട്ടൊരു പെയർ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് കുഴപ്പമില്ല. മനസ്സിലായോ? അതുകൊണ്ട് അതിന് കുഴപ്പമില്ല, അത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല, അത് ഓക്കെ ആണ്. ഓപ്പോസിറ്റ് പെയർ വന്നാലേ എന്ത് ചെയ്യാവൂ, ക്യാൻസൽ ചെയ്യാവൂ. അടുത്ത നോക്കി 5 1 6 5 1 6 കുഴപ്പമില്ലല്ലോ, അത് ഓപ്പോസിറ്റ് ഒരു പെയർ വരുന്നില്ല, അപ്പോൾ അതും നമുക്ക് എടുക്കാം. ഇനി ഓപ്ഷൻ ഡി നോക്കിയാൽ 2 3 6 ആണ്. 2 6 എന്താ ഓപ്പോസിറ്റ് അല്ലേ, അപ്പോൾ അവർ ഒരുമിച്ച് ഒരു പടത്തിൽ വരുമോ? ഇല്ല. അപ്പോൾ ഇതെന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആരൊക്കെ വരത്തുള്ളൂ? ബിയും സിയും. ഓപ്ഷൻ ഡി ആണ്. അതായത് ബിയും സിയും എന്ന് പറഞ്ഞ ഡൈസെ നമുക്ക് എന്ത് വരും, ആൻസറായിട്ട് വരും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിൽ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഒരുമിച്ച് വന്നാൽ എന്ത് ചെയ്യുക, ആ ഡൈസിനെ ക്യാൻസൽ ചെയ്യുക. ബാക്കിയുള്ളവരെ നമുക്ക് എന്താകത്തുള്ളൂ, പോസിബിളായിട്ട് വരും. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഈ പേപ്പർ ഫോൾഡ് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പറഞ്ഞ കാര്യം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞത് ആ ഡൈസിനെ പറ്റിയാണ്. ഡൈസിനകത്ത് ഓപ്പോസിറ്റ് കണ്ടുപിടിക്കുന്നതാണ് ആദ്യം പറഞ്ഞത്. അത് രണ്ട് പേര് കോമൺ വന്നാൽ റിമൈനിങ് ആയിട്ടുള്ള ആൾക്കാർ ഓപ്പോസിറ്റ് ആയിരിക്കും. ഒരാളെ മാത്രമേ കോമൺ വരുന്നുള്ളെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യുക, ക്ലോക്ക് വൈസ് ഓർഡറിലോ ആൻറ്റി ക്ലോക്ക് വൈസ് ഓർഡറിലോ എഴുതുക. ദെൻ അടുത്ത് ചെയ്തത് പേപ്പർ ഫോൾഡ് ചെയ്ത് ഡൈസ് ആക്കുന്ന കേസാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.